ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധികം പൈസ മുടക്കാതെ സ്വന്തമായി ഒരു വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്കൊരു 100 രൂപയൊക്കെ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ വരെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബൗവിൻ്റെ വീഡിയോയാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു 10 ഇഞ്ച് നീളത്തിലും ഒരു 5 ഇഞ്ച് വീതിയിലുമുള്ള ഒരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട്. 10 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയാണ് ഇതിനുള്ളത്. ഇത് നമ്മൾ നേരെ പകുതിയായി ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതിന് രണ്ട് ഭാഗത്തും 5 ഇഞ്ച് വീതം കിട്ടും. നീളവും വീതിയും 5 ഇഞ്ച് വരും. അപ്പോൾ സമചതുരത്തിലുള്ള ഒരു പീസാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിൻ്റെ 4 ഭാഗവും ഒന്ന് തയ്ച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ മെഷീൻ ഇല്ലയെന്നുണ്ടെങ്കിൽ സൂചി നൂലും വെച്ച് 4 ഭാഗവും ഒന്ന് തുന്നിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ നിന്ന് 4 ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്തെ ഒരു പീസിൻ്റെ നടുഭാഗം എടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു പീസ്, 2 പീസും അല്ല 2 ഭാഗം കൊണ്ട് ഒരു പീസിൻ്റെ നടുഭാഗം എടുത്തിട്ട് കത്രിക വെച്ച് അതിൻ്റെ സെൻറ്ററിലൊന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് അകമ്പുറം മറിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഒന്ന് അകത്ത് പോകുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്കിത് ഇതിൻ്റെ ഈ ഒരു രീതിയിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ മറിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. ഇപ്പം നമ്മളിവിടെ അകവും പുറവും മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് തയ്യൽ തുമ്പൊക്കെ അകത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൂചി നൂലും വെച്ച് ഇത് വട്ടത്തിലൊന്ന് തുന്നിയെടുക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെയാണ് ഇട്ടേക്കണം. ഈ ഭാഗത്തുനിന്നും ആ ഭാഗത്തുനിന്ന് ഏത് ഭാഗത്തുനിന്ന് തുന്നിയാലും കുഴപ്പമില്ല. സൂചി നൂലും വെച്ച് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇനി ഇപ്പോൾ നമ്മളിത് തുന്നി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള നൂല് വെച്ച് നല്ലോണം ഇതൊന്ന് ചുറ്റി കെട്ടണം കേട്ടോ. 2 പ്രാവശ്യം ഇങ്ങനെ നമുക്ക് നല്ലോണം ഒന്ന് ചുറ്റി കൊടുക്കാം. നല്ലോണം ഇങ്ങനെ ചുറ്റി വലിച്ച് നല്ലോണം ഒന്ന് വലിച്ച് കിട്ടാം. നമ്മളിതൊരു 2 ട്രിപ്പ് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വലിച്ച് കെട്ടി കൊടുക്കാം. കെട്ടിയതിന് ശേഷം ഇതിൻ്റെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലോണം ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നൂല് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു ബുഷാണ്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബുഷ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം സൂചി നൂലും വെച്ചൊന്ന് നമുക്ക് തുന്നി പിടിപ്പിക്കാം. നിങ്ങളുടെ കയ്യിൽ നല്ല ഗമ്മുണ്ടെന്നുണ്ടെങ്കിൽ ഗമ്മ് വെച്ച് ഒട്ടിച്ചാലും മതി. കൂടുതലും പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് സൂചി നൂലും വെച്ച് തുന്നാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പോകില്ല. ഗമ്മാകുമ്പോൾ ചിലപ്പോൾ വിട്ടുപോയി എന്ന് വരാം. അപ്പോൾ നമ്മളിത് തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ നൂല് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മളിതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം റിബണാണ് കേട്ടോ. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 7 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം റിബണും കൂടി എടുത്തിട്ടുണ്ട്. ഇതിന് ഒരു 7 ഇഞ്ച് നീളമുണ്ട്. അത്രയും നീളം മതിയാവും. ഇനിയിപ്പോൾ 7 ഇഞ്ചിൽ കുറവാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബൗവിൻ്റെ അതേ ഈ ബുഷിൻ്റെ ഉള്ളിലേക്കൂടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് കടത്തി കൊടുക്കാം. എന്നിട്ട് ഇത് അപ്പുറത്തേക്കൊന്ന് മറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ 2 ഭാഗവും ഒന്ന് വി ഷേപ്പിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെൻട്രൽ ഭാഗത്തൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ. ഈ റിബൺ 2 ഭാഗവും ഇതുപോലെ അത് വി ഷേപ്പിൽ വെക്കണം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ഈ ഒരു ഭാഗത്തൊന്ന് സൂചി നൂലും വെച്ച് തുന്നി കൊടുക്കാം. നിങ്ങൾക്ക് ഗം വെച്ച് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. സൂചി നൂലും വെച്ച് ഞാനിവിടെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. തുന്നിയിട്ട് ഇത് നമ്മൾ ഒന്ന് കെട്ടിട്ടതിന് ശേഷം നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ 2 ഭാഗവും ഒന്ന് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം കോണാകൃതിയിലൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ. ഇത് നമ്മളിതുപോലെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് കത്രിക വെച്ച് കോണാകൃതിയിലൊന്ന് വെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഈ ഒരു ഷേപ്പിൽ ഇത് കിട്ടും കേട്ടോ. മറ്റേ ഭാഗവും അതുപോലെ തന്നെ നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിലാണ് അതിൻ്റെ ഒരു വി ഷേപ്പിൽ നമ്മളിത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ഭംഗിക്ക് വേണ്ടി ഇതിലേക്ക് ഞാനൊരു ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ തുന്നി പിടിപ്പിക്കാം. ഞാനിവിടെ ഗം വെച്ച് ഒട്ടിക്കണേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുന്നി പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടനാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബട്ടൺ കുറച്ച് ഗം തേച്ച് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഈ ഒരു രീതിയിലാണ് ഇത് വയ്ക്കേണ്ടത്. ഇനി നമുക്കിവിടെ ഒരു ഇത്തിരി ഗം തേച്ചതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഒട്ടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അതുപോലെ ഒന്ന് വെക്കണം. അപ്പോൾ നമ്മളുടെ ഗമ്മൊക്കെ നല്ലോണം ഉണങ്ങി അത് ഒട്ടിക്കിട്ടും. ഇപ്പോൾ നമ്മളുടെ ബൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റോളം ഇതൊന്ന് മാറ്റി വയ്ക്കാം.
ഇപ്പോൾ നമ്മുടെ ബൗ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗമ്മൊക്കെ നല്ലോണം ഒട്ടി ബൗ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നല്ല വരുമാനവും കിട്ടും. അപ്പോൾ നമുക്കിനി ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം.